സുഹൃത്തുക്കളെ, അപ്പോൾ ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണിത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു LGSൽ കരാർ അടിസ്ഥാനത്തിലാണ് ആളുകളെ എടുക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ കരാർ നിയമനത്തിൻ്റെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3422 ജീവനക്കാരാണ് 9 സർവകലാശാലകളിലും വർക്ക് ചെയ്യുന്നത്. അതിൽ 140ഓളം ആളുകൾ മാത്രമാണ് ഈ പറയുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ബാക്കി എങ്ങനെ നിയമിക്കപ്പെട്ടതെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. ഓരോ പാർട്ടിക്കാരെ നിയമിച്ചാൽ അവരുടെ അമ്മായിൻ്റെ മക്കളെയും അമ്മാവൻ്റെ മക്കളെയും അച്ചാച്ചൻ്റെ അനിയൻ്റെ മോനെയും അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നിയമിച്ചതാണ് ബാക്കിയുള്ള ഈ പറയുന്ന ഒഴിവുകളൊക്കെ. അപ്പോൾ കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGS പരീക്ഷ നമുക്ക് ഓർമ്മേണ്ടതാണ്. നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കിട്ടിയത് ആകെ 210 207 ഒഴിവെങ്ങാനാണ് നമുക്ക് PSC വഴി റിപ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒഴിവുകളൊക്കെ ഒന്ന് PSC അംഗീകൃത പോസ്റ്റ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ആ ലിസ്റ്റിന് കുറച്ചുകൂടെ വലിപ്പം വെക്കുകയും കേസിന് പോകാൻ കുറച്ചുകൂടെ ആൾക്കാരും ഒരു ഇതൊക്കെ ഉണ്ടാവുമായിരുന്നു. കട്ട് ഓഫ് കുറച്ചുകൂടെ എല്ലാം കുറയാനുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇത്രയും ഒഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ. അന്ന് തന്നെ RTA കൊടുത്തപ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികളും വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇപ്പോൾ 700 എത്രയോ കരാർ ജീവനക്കാരുണ്ട് എന്നാണ് പറയുന്നത്. അവിടുന്ന് 19 ഒഴിവ് മാത്രമാണ് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PSCക്ക് നിയമനത്തിൻ്റെ ഏകദേശം ഒഴിവിൻ്റെ 50% PSCക്ക് 50% കരാർ നിയമനം അങ്ങനെയാണ് പാടുള്ളൂ എന്നൊക്കെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. നമുക്ക് ഒരു 19 ഒഴിവാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലാണ്. 973 ഒഴിവുകളാണുള്ളത്. അതിൻ്റെ പകുതിയോട് ഒഴിവുകൾ PSC ആയി റിപ്പോർട്ട് ചെയ്യേണ്ട ഒഴിവുകളാണ്. നമുക്ക് ആകെ 9 യൂണിവേഴ്സിറ്റി കൂട്ടിയിട്ട് 210 റിപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ ഈ പാർട്ടിക്കാരാണ്. ഒരു പാർട്ടിയും പറയുന്നില്ല. UDF ഭരിക്കുന്ന സമയത്ത് കയറിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ LDF ഭരിക്കുന്ന സമയത്ത് ഇപ്പോൾ കയറിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ LDFിൻ്റെ രാഷ്ട്രീയ സമയത്ത് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ LGSൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നത്. കാരണം നമ്മൾ ഫീൽഡ് വർക്കിന് പോകുന്ന സമയത്ത് നമ്മളോട് ഇതാണ് പറയുക, ഈ ഒരു നോട്ടീസ് എടുത്ത് കാണിച്ചിട്ട് പറയും ഈ ആവശ്യമുണ്ടെങ്കിൽ മാത്രം തസ്തിക സൃഷ്ടിച്ചാൽ മതി, അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ. അങ്ങനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ച ആളുകളേ ഉള്ളൂ എന്ന് പറഞ്ഞ് മുഴുവൻ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കാനാണ് സാധ്യത. പേരിന് കുറച്ച് ഒഴിവ് നമുക്ക് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന പോലെ ഇട്ട് തന്ന് നടക്കുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലവിലുള്ളത്. കഴിഞ്ഞ UDF സർക്കാർ ഭരിക്കുന്ന സമയത്ത് കയറിയ ആളുകളാണ് ഇത്. 3422 മുഴുവൻ LDFകാരാന്ന് പറയുന്നില്ല. അതിന് മുന്നേയുള്ള UDFകാരും ഒരുപാട് ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാർ യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. പാർട്ടി വകെ കയറിയ UDFിലും. അപ്പോൾ ഒരു പാർട്ടിയുന്നില്ല. അപ്പോൾ ഇതൊക്കെ കാണുന്നതിനും വളരെ സങ്കടമുണ്ട്. കാരണം അന്ന് 81 മാർക്ക് വാങ്ങി 1000 എത്ര ആൾ മെയിൻ ലിസ്റ്റ് ഇട്ട സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ പോലും ഇപ്പം ജോലിയില്ലാണ്ട് നടക്കുന്ന PSC നിർത്തിപ്പോയി സാധാ വാർപ്പിൻ്റെ പണിക്കും തേപ്പിൻ്റെ പണിക്കും എല്ലാം പോകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അവനിപ്പോൾ വാർപ്പിൻ്റെ പണിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 82 മാർക്കാണ് അവനുള്ളത്. അവനൊക്കെ ഒരുപാട് ജോലി പ്രതീക്ഷയുമായിട്ടാണ് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അന്ന് 2000 3000 ഒഴിവെന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ എൻട്രി സൈലം പോലത്തെ യൂട്യൂബ് ചാനലും സകല യൂട്യൂബ് ചാനലും മുൻനിര ചാനലുകളും പറഞ്ഞു വരുത്തി കുട്ടികളെ വിശ്വസിപ്പിച്ച് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഇവരൊന്നും ഈ ഒരു കാര്യത്തിനെതിരെ ഒരു അക്ഷരം പോലും നമുക്ക് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടോ ഒന്നും പറയുന്നില്ല. ചെറിയ ചില ചാനലുകൾ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്. ബാക്കിയുള്ള ചാനലിലൊന്നും ഒരു അക്ഷരം ഉണ്ടല്ല. അവർ പറയുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ ഡിഗ്രിക്കാർക്കും കൂടി ഉണ്ടാക്കിയിട്ട് വരും, അത് എല്ലാവരും ജോയിൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുതിയ കോഴ്സ് തുടങ്ങാനുള്ള തിരക്കിലാണ് ഇവരൊക്കെ. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സങ്കടമുണ്ട്. കാരണം ഇത്രയും 81 മാർക്കൊക്കെ വാങ്ങി ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പോലും ജോലിയില്ല. ഇത്രയും ഒഴിവ് ഈ ആളുകൾ ഇവരെയൊന്നും വിളിക്കേണ്ട പേര് തെറിവ് ആയി കൂട്ടി വിളിക്കേണ്ട പേരുകളാണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം വിളിക്കേണ്ടത്. കാരണം ഒരു പരീക്ഷ പോലും എഴുതാണ്ട് വിദ്യാഭ്യാസം ഇല്ലാണ്ട് കയറിയാണ് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ ഓരോ പഞ്ചായത്ത് എടുത്ത് നോക്കും. പഞ്ചായത്തിൽ എത്ര സ്ഥിര നിയമനക്കാരുണ്ട് നോക്കും. സ്ഥിരം ഇപ്പോൾ LGS പോസ്റ്റായാലും LDC പോസ്റ്റായാലും ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കേണ്ടതാണ്. എത്ര സ്ഥിര പോസ്റ്റുകൾ അവിടെ ഉണ്ടെന്നുള്ളത്. അവിടെ ഉള്ളത് പകുതിയോളം താൽക്കാലികക്കാരായിരിക്കും. അതേ ദിവസവേതന അടിസ്ഥാനത്തിൽ നിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലും പലതരം ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകളെയാണ്. ഇപ്പം നിലവിൽ ഹോസ്പിറ്റലുകളിലെ ഗാർഡായാലും അതുപോലെ തന്നെ അവിടെ OP കൗണ്ടറിൽ ഇരിക്കുന്ന ആളുകൾ വരെ ഈ കരാർ അടിസ്ഥാനത്തിൽ കയറിയ ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ പ്രശ്നം ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളും കൂടെ കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഗാർഡ് ഇവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളെ ആദ്യം തന്നെ കടത്തിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഏകദേശം 30 തവണ ടോക്കൺ മേടിച്ചിട്ടുണ്ടായിരുന്നത്. 30 ടോക്കനായ സമയത്ത് 70ാമത്തെ ടോക്കനുള്ള ഒരാളെ ഇവർ കടത്തിവിടുന്നത്. അന്ന് ആളുകൾ ചോദ്യം ചെയ്ത സമയത്ത് ഇയാൾ പറയുന്നുണ്ട് അയാൾക്ക് വയറ്റിൽ വേദനയാണ്, എന്താണ് വയറ്റിന്ന് പോക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ആ സമയത്ത് 35-36 ടോക്കനുള്ള ആളുകൾ അവിടെ കിടക്കുന്ന, അത്രയും ക്ഷീണിതനായിട്ട് കിടക്കുന്നത്. അതുപോലെ നെഞ്ചുവേദനയായിട്ട് വന്ന ആളുകൾ വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അവരെ ഒന്നും മാനിക്കാതെയാണ് ഇങ്ങനത്തെ കാര്യം ചെയ്യുന്നത്. അപ്പോൾ പിന്നെന്തിനാണ് ഈ ഗാർഡും ടോക്കൺ സിസ്റ്റം എന്നൊക്കെ ചിന്തിച്ച് പോകുന്നത്? കാരണം ഇങ്ങനത്തെ ആളുകളെയാണ് നിയമിക്കുന്നത്, വിവരമില്ലാത്ത ആൾക്കാരെയാണ് നിയമിക്കുന്നത്. പഠിച്ച് പാസ്സാകുന്നതിനൊരു വിലയില്ല. ഇപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്നത് ഇപ്പം പുതിയ റാങ്ക് ലിസ്റ്റിൽ എത്ര പേരാണ് ഇനിയിപ്പോൾ LGSലേക്ക് പഠിച്ച് നല്ല കഷ്ടപ്പെട്ട് നല്ല റാങ്കുകളിലേക്കൊക്കെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഈ കുട്ടികളുടെ എല്ലാം ഭാവി തുലയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ നയങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ പാർട്ടിക്കാരെ നിയമിക്കുക തന്നെയാണ്. ഈ കൊടി പിടിച്ചും ബസ്സിന് കല്ലെറിഞ്ഞും ആൾക്കാരോട് തട്ടിക്കയറി നടക്കുന്ന ചാവേറുകളെ ജോലിയിലെത്തിക്കാൻ മാത്രമുള്ള ഈ ശ്രമമാണ്. ഇതൊന്നും നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ലെന്ന് അറിയാം കറക്റ്റായിട്ട്. പക്ഷേ നമ്മളൊരു സങ്കടമാണ്. രാവിലെ തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ സങ്കടം വന്നുപോയി. കാരണം നമ്മൾ ആ പരീക്ഷ ആ സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും ആ പരീക്ഷ എഴുതിയതാണ്.
2-3 പേര് ലിസ്റ്റിലും വന്നിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കൾ തന്നെ. അപ്പോൾ അവർക്കൊന്നും ജോലിയില്ല, ഇപ്പോൾ അങ്ങനത്തെ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് വളരെയധികം ഒരു സങ്കടമുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു നിവൃത്തിയില്ല. ഇപ്പം LGS എഴുതി ഒരുപാട് സുഹൃത്തുക്കൾ, അവരെല്ലാം ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന ആളുകളൊക്കെ തന്നെയാണ്. ചെറിയ ലിസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് ആ ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. പക്ഷെ അവരും ഇപ്പോൾ പഠിച്ചു തുടങ്ങി വേറെ എക്സാമുകൾ. കാരണം കാര്യം അവർക്ക് മനസ്സിലായി ഇവരെ തീരുമാനം എന്താണ് നിലപാടെന്നുള്ളത്. ഇതൊക്കെയാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു തുടർഭരണം കിട്ടിയതാണ് ഏറ്റവും വലിയ പ്രശ്നം. തുടർഭരണം ഒരിക്കലും ഇനി ഒരു സർക്കാരിനും കൊടുക്കാൻ പറ്റില്ല. അതായത് UDF ആയിട്ടുണ്ടെങ്കിൽ ശരി, LDF ആയാലും ശരി, BJP ആയാലും ശരി, ഏത് പാർട്ടി വന്നാലും തുടർഭരണം കിട്ടാൻ സമ്മതിക്കരുത്. ഓരോ ഭരണം മാറി മാറി വരുമ്പോൾ മാത്രമേ മത്സരക്ഷമത ഉണ്ടാവും. അപ്പോഴാണ് നമ്മുടെ പാർട്ടി ചെയ്തതിനെക്കാട്ടും കൂടുതൽ അപ്പുറത്തെ പാർട്ടി ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതുണ്ടാവുകയുള്ളൂ. നന്ദി, നമസ്കാരം.